ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വിരുന്നുകാരൊക്കെ വരുമ്പോഴേക്കും ഞെട്ടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഫ്രൂട്ട് സാലഡ്. അപ്പോൾ ഈ ചൂട് കാലത്തും നോമ്പ് കാലത്തും ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് സേമിയ വെച്ചിട്ടുള്ളൊരു ഫ്രൂട്ട് കസ്റ്റേർഡ് ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് സേമിയ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. അതിനായിട്ട് 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ മുഴുവനായി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ മാറ്റി വെച്ച പാലിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കസ്റ്റർഡ് മിക്സ് തയ്യാറാക്കാനായിട്ടാണ്. അതിനായിട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ ആ ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ സേമിയ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ട് പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മുടെ സേമിയ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സേമിയ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ദേ നമ്മുടെ സേമിയയൊക്കെ നല്ലതുപോലെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് മിൽക്കും 1/2 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ സേമിയ വേകുന്നത് വരെ വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം ആഡ് ചെയ്ത മിൽക്കും വാട്ടറും ഒക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് മിൽക്കും 1/4 കപ്പ് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സേമിയ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെന്ത സേമിയയിലേക്ക് നമ്മൾ ആ എടുത്ത് വച്ചിരിക്കുന്ന മുഴുവൻ പാലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ പാലൊന്ന് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പാലൊക്കെ നന്നായി തിളച്ച് വരുന്നത് വരെ. പാല് നന്നായി തിളച്ച് വന്ന ശേഷമാണ് കേട്ടോ നമ്മൾ കസ്റ്റർഡ് പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതേ പാലൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റർഡ് മിക്സും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റർഡ് മിക്സ് ഒഴിച്ച ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കട്ട കെട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അതൊന്ന് കുറുകി വരുന്നത് വരെ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയും വേണം കേട്ടോ. ഇതുവരെ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ലൈക്ക് ബട്ടണും കൂടെ അമർത്താൻ മറക്കല്ലേ. അങ്ങനെ ഇതേ നമ്മുടെ കസ്റ്റർഡ് മിക്സ് ഒക്കെ ആഡ് ചെയ്ത് നമ്മുടെ പാല് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് 4 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മധുരം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാവുന്നതാണ്. ഇനി ഈ മിക്സ് നല്ലതുപോലെ ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ നന്നായി തണുപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഫ്രൂട്ട്സ് ആണ് വേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതേ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റർഡിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുഴുവൻ ഫ്രൂട്ട്സും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇത് നമുക്ക് മിക്സ് ചെയ്ത് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതേ നമ്മൾ ഫ്രൂട്ട്സ് മുഴുവനായിട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് ആ ഫ്രൂട്ട് കസ്റ്റർഡ് മിക്സുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ ഇതേ നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൂളാക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഫ്രീസറിലൊന്നും വെക്കേണ്ട കേട്ടോ, ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സെറ്റാക്കി എടുത്താൽ മതി. ഞാനിവിടെ ഓവർനൈറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു 4-5 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഞാനിവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോഴേക്കും നല്ലതുപോലെ തിക്കായിട്ടിരുന്നത് കൊണ്ട് കുറച്ച് മിൽക്ക് കൂടി തിളപ്പിച്ച് തണുപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി മാറി നല്ലതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു മിൽക്ക് ആഡ് ചെയ്യേണ്ടതില്ല. ഞാനിവിടെ ഒരു സ്ലൈറ്റ്ലി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇപ്പോൾ ചൂട് കാലത്തും നോമ്പ് കാലത്തും ഒക്കെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലോ കേട്ടോ. നന്നായി തണുപ്പിച്ച ശേഷം നമുക്ക് കുറച്ച് അനാറും കൂടി അതിന് മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.